നമസ്കാരം, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡാക്കാണ്. നിയോ ഹിപ്പോ എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് അയച്ചു തന്നതാണ്. കാനഡയിൽ എത്തിയതിനു ശേഷം നമുക്ക് കിട്ടുന്ന അഞ്ചാമത്തെ റിവ്യൂ യൂണിറ്റ് ആണെന്ന് തോന്നുന്നു. നിയോ ഹിപ്പോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഓൾറെഡി നമ്മളൊരു വ്യൂ മീറ്റർ, ഒരു സ്പീക്കർ സെലക്ടർ സ്വിച്ചിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ തന്നെ ഒരു ഡാക്കാണ്, ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ ഡിവൈസ് ആണ് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുറേ നാളെ നമ്മളെ കിട്ടിയിട്ട്, പക്ഷേ ഇതുവരെ നമ്മൾ റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല, ടൈം ഉണ്ടായതില്ല. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു ക്വിക്ക് റിവ്യൂ ആണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇത് കിട്ടുമെന്നുള്ളത് അറിയില്ല. കാരണം ഇതിൻ്റെ വേറൊരു മോഡൽ ഡാക്ക് നമുക്ക് നാട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ജസ്റ്റ് ഒരു ക്വിക്ക് റിവ്യൂ മാത്രമാണ് ഈ ഒരു വീഡിയോ കൂടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡാക്ക് എന്താണെന്നും എന്തൊക്കെ ടൈപ്പ് ഫയലുകളാണ്, ആ ഫയലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഞാൻ റെഫർ ചെയ്ത വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. ബേസിക്കലി പറയുകയാണെങ്കിൽ പുതിയ ഫയൽ ഫോർമാറ്റ്, ഡിജിറ്റലായിട്ടുള്ള പല ഫയൽ ഫോർമാറ്റുകളും നമ്മുടെ പഴയ ഡിവൈസസിൽ നിന്നും സപ്പോർട്ട് ചെയ്തില്ല. കാരണം ആംപ്ലിഫയറിലും മറ്റു കാര്യങ്ങളെല്ലാം അനലോഗ് സിഗ്നൽസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണിത്. നിങ്ങളുടെ ഒരു പഴയ വിൻറ്റേജ് ഒരു നല്ലൊരു ആംപ്ലിഫയർ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് പുതിയ ഫ്ലാഗ് അല്ലെങ്കിൽ PCM പോലത്തെ ഫയലുകൾ നിങ്ങൾക്ക് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണിത്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണിത്. ഒരു $100 താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതായത് ഏകദേശം 6000 താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പ് യൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സൗണ്ട് റെക്കോർഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള എല്ലാ ഫയലും സപ്പോർട്ട് ചെയ്യുന്നുള്ള ഓഡിയോ, നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ ആംപ്ലിഫയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഡിവൈസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഡെസ്ക്ടോപ്പ് യൂസ് എന്നുള്ള രീതിയിലാണ്, നല്ലൊരു മിനിമലിസ്റ്റിക് ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. നിയോ ഹിപ്പോയുടെ ബ്രാൻഡിങ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് അമേസിംഗ് സൗണ്ട് സറൗണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പം നോർമലി ചൈനയിൽ നിന്ന് വരുന്ന എല്ലാ ക്ലാസ് ഡി ആംപ്ലിഫയറുകൾക്കൊക്കെ വരുന്ന അതേ പാക്കേജ് തന്നെയാണ്. സൈഡിൽ 30 days വാറണ്ടി, 24 months അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ലൈഫ് ടൈം സപ്പോർട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 30 days റിട്ടേൺ പോളിസി ഉണ്ട്, 24 months വാറണ്ടി കൊടുക്കുന്നുണ്ടെന്നാണ് ഇവർ ഇതിനകത്ത് പറയുന്നത്. ഹൈഫൈ മെയിൻ ഫണ്ട് ഇതൊക്കെ നോർമലി വരുന്ന അതേപോലെ തന്നെ. പിന്നെ ഒരു ടിപ്പിക്കൽ ചെറിയ ബോക്സാണ്. DC10 എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത്. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു യൂസർ മാനുവലാണ് ഇതിൽ വരുന്നത്. അപ്പം എല്ലാത്തിനകത്തും വരുന്ന പോലെ തന്നെ ചൈന ഭാഷയിലും ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലും അവർ കൊടുത്തിട്ടുണ്ട്. ഒരു Q&A സെക്ഷൻ ഉണ്ട്, അതായത് എന്തൊക്കെ വർക്ക് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെ കൊടുക്കണം. അപ്പം ബേസിക് ആയിട്ടുള്ള യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കാര്യങ്ങളെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ബേസിക് ആയിട്ടുള്ള യൂസർ ആണെങ്കിൽ വായിച്ച് നോക്കി യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അവരുടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു യൂസർ മാനുവൽ അവരുടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വർക്ക് ചെയ്യുന്നത് 5 volt വർക്ക് ചെയ്യുന്നത്. അത് കണക്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു USB Type A to Type C കേബിളാണ്. കാരണം ഡിവൈസിൽ വരുന്നത് Type C പോർട്ടാണ്. ഈ Type C പോർട്ടിൽ 5 volt സപ്ലൈ മാത്രമല്ല, ഇതിൽ കൂടെ നമുക്ക് ഫയൽ പ്ലേ ചെയ്യാം. നിങ്ങളുടെ സിസ്റ്റത്തിൽ, ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡിവൈസിലോ കണക്ട് ചെയ്തിട്ട് ഏത് ടൈപ്പ് ഫയൽ പ്ലേ ചെയ്താലും നമ്മുടെ ആംപ്ലിഫയറിൽ അത് അനലോഗ് ഇതായിട്ട് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്ത് RCA സോക്കറ്റ് വഴി നമുക്ക് നമ്മുടെ പഴയ ആംപ്ലിഫയറിൽ ഏത് ടൈപ്പ് ആംപ്ലിഫയറിൽ പ്ലേ ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഒട്ടുമിക്ക ഫയലുകളും സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഫ്ലാഗ്, അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന DSD ഫയൽ, PCM ഫയലുകളെല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഈ ടൈപ്പ് ഫയലുകൾ എന്താണെന്നും ഡീറ്റെയിൽസ് ഒക്കെ അറിയാനുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ പറയുന്നില്ല, ഒരുപാട് ലെങ്തി ആയിപ്പോൾ. ബേസിക്കലി ഒരുപാട് കാര്യം എനിക്ക് അറിയില്ല, പക്ഷേ ഞാൻ റെഫർ ചെയ്ത കുറച്ച് വീഡിയോസിന് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക് അത് ചെക്ക് ചെയ്ത് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കേബിൾ എന്ന് പറയുന്നത്. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് പിന്നെ വരുന്നത് ഒരു ഡാക്ക് മാത്രമാണ്. വളരെ ചെറിയൊരു ഡാക്കാണ് കാണിക്കാം. കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന വളരെ ചെറിയൊരു ഡാക്ക്. അപ്പം ഡാക്ക് നമ്മുടെ പല ഫോണുകളിലും ഡാക്കുണ്ട്, പല ഡിവൈസിലും. ഇപ്പോൾ പ്രീ സെക്ഷനിൽ വരുന്ന പല ഡിവൈസിലും ഡാക്ക് വരുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ഡാക്ക് എക്സ്റ്റേണലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഓഡിയോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ ഡാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പം എന്തായാലും ഈ വീഡിയോയിൽ തന്നെ ഡാക്ക് ഉപയോഗിച്ചിട്ടും ഉപയോഗിക്കാതെയും ഒരേ ഫയൽ പ്ലേ ചെയ്തിട്ട് ഉള്ള വ്യത്യാസം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മറ്റ് ഫയലുകൾ പ്ലേ ചെയ്യാനുള്ള ഡിവൈസ് ഒന്നുമില്ല, പക്ഷേ ഫോണിൽ തന്നെ പ്ലേ ചെയ്തിട്ട് വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ സ്കിപ്പ് ചെയ്ത അവസാനം വരെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഡിവൈസിലേക്ക് തിരിച്ചു വിട്ടാണെങ്കിൽ ഒരു ഫുൾ അലുമിനിയം ബോഡിയിലാണ് ഇവരിത് ചെയ്തിട്ടുള്ളത്. നല്ല ഫിനിഷ് ഉണ്ട്, നല്ല മാറ്റ് ബ്ലാക്കിൽ നല്ലൊരു സ്മൂത്ത് മാറ്റ് ഫിനിഷ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഒരു യൂണിബോഡി ഡിസൈൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഡെസ്ക്ടോപ്പിൽ വെക്കുകയാണെങ്കിൽ കാണാൻ നല്ല പ്രീമിയം ഫീൽ ആയിരിക്കും. ഒരു ക്ലാസ് ഡി ആംപ്ലിഫയറിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട്.
ഇനി ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് നിയോ ഹിപ്പോയുടെ ബ്രാൻഡിങ് കാണും. അതുപോലെ തൊട്ടപ്പുറത്ത് തന്നെ DC10 എന്ന് പറഞ്ഞ മോഡൽ നെയിമും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടോഗിൾ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് ഓൺ ഓഫിന് വേണ്ടിയിട്ടാണ് ഒരു സ്വിച്ച് വരുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് സെലക്ടർ സ്വിച്ചാണ് വന്നിട്ടുള്ളത്. USB, ഒപ്റ്റിക്കൽ, കോആക്സൽ, ഇത്രയാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത്. ഇപ്പോൾ USB എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സിസ്റ്റം വഴി എല്ലാ ഫയലുകളും പ്ലേ ചെയ്യാം. ഒപ്റ്റിക്കൽ ഇൻപുട്ട് ആണെങ്കിലും നമുക്ക് അതിൻ്റെ ബാക്കിൽ അതിൻ്റെ സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ കോആക്സൽ ഇൻപുട്ടും വരുന്നുണ്ട്. ഇതും ടോഗിൾ ചെയ്യാനുള്ള സ്വിച്ചാണ് വരുന്നത്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബ്ലൂടൂത്ത് ഇൻപുട്ട് ഇല്ല. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ബ്ലൂടൂത്തിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഓൾ ഇൻ വൺ ഒരു ഡിവൈസ് ആയേനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടി റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ 2 LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ഫയലാണ് പ്ലേ ചെയ്യുന്നത്, ഇപ്പോൾ USB ത്രൂ ത്രൂ ആണെങ്കിലും ഏത് ടൈപ്പ് ഫയലാണ് പ്ലേ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണിക്കുമ്പോൾ DST ഫയലാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിരിക്കും LED ഇൻഡിക്കേഷൻ വരുന്നത്. ഓറഞ്ച് കളർ LED ആണ് കത്തുന്നതെങ്കിൽ നമുക്ക് DST ഫയലാണ് പ്ലേ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ PCM ഫയൽ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ മാക്സിമം 768 kHz വരെയുള്ള PCM ഫയലുകൾ നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യും. DST ഫയൽ എന്ന് പറഞ്ഞാൽ DST 256 വരെയാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ DST ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്ട്രീം ഡിജിറ്റൽ ഫയലുകളാണ്. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടെ എന്താ പറയുക, അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതായത് ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 24 ഫ്രെയിം പെർ സെക്കൻഡ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ 24 ഫ്രെയിമുകൾ ഇങ്ങനെ പ്ലേ ചെയ്യും. ഫോട്ടോസ് 24 ഫ്രെയിമുകൾ നമ്മൾ മൂവ് ചെയ്യുമ്പോഴാണ്, ഒരു സെക്കൻഡിൽ മൂവ് ചെയ്യുമ്പോഴാണ് അതൊരു ഫിലിമായിട്ട് മാറുന്നത്. അങ്ങനെയാണ് മാറുന്നത്. അപ്പം ഒരുപാട് ഫ്രെയിംസ് കയറുന്നതോറും അത്രയും ഡീറ്റെയിൽഡ് നമുക്ക് കിട്ടും. അതുപോലെയാണ് ഈ DST ഫോർമാറ്റ് എന്ന് പറഞ്ഞത്. എനിക്ക് കിട്ടിയൊരു അറിവ് വെച്ചിട്ടാണ് പറയുന്നത്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പം കൂടുതൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉള്ള ഒരു ഓഡിയോ ഫയലാണ് DST ഫയൽ എന്ന് പറയുന്നത്. PCM എന്ന് പറഞ്ഞാൽ പൾസ് കോഡ് മോഡുലേഷൻ ആണ്. അതിനകത്താണ് നമുക്ക് ഈ പറഞ്ഞ മറ്റ് ഫയൽ ഫോർമാറ്റുകളൊക്കെ നമുക്ക് വരുന്നത്. വേവ്, ഫ്ലാക്ക്, MP3 ഇതെല്ലാം PCM ഫോർമാറ്റാണ് യൂസ് ചെയ്യുന്നത്. പൾസ് കോഡ് മോഡുലേഷൻ ഫോർമാറ്റാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ കൊടുത്തേക്കുന്ന ലിങ്കിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പഠിക്കാൻ പറ്റും. ഇതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ ഒരു 88.2 മുതൽ 192 kHz വരെയുള്ള PCM ഫയലുകളാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്രീൻ കളറിലായിരിക്കും LED ഇൻഡിക്കേറ്റ് ചെയ്യുക. 352 മുതൽ ഇതിനകത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന 768 kHz വരെയുള്ള ഫയലുകൾ പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു റെഡ് കളറായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് ബൾബ് LED കത്തി നിൽക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഫയൽ ഏത് ടൈപ്പ് ഫയലാണ് പ്ലേ ചെയ്യുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു LED ഇൻഡിക്കേഷൻ കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇത് അഴിച്ച് കാണിക്കുന്നില്ല, അഴിച്ചാൽ ഞാൻ നോക്കിയില്ല. വേറൊരു വീട്ടിൽ കാണിക്കുന്നത് ജസ്റ്റ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ കോർ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന DAC ചിപ്സെറ്റ്, അതായത് ഇതിൻ്റെ ഡിജിറ്റൽ ഫയലിനെ അനലോഗ് ഫയലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് ES9028Q2M എന്ന് പറയുന്ന ഒരു DAC ചിപ്സെറ്റാണ്. അതിൻ്റെ കൂടെ തന്നെ NE5532 എന്ന് പറയുന്ന ചിപ്സെറ്റോടെ പെയർ ചെയ്തിട്ടാണ് ഇവർ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ ES9028Q2M എന്ന് പറയുന്ന ചിപ്സെറ്റ് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ്. കാരണം അതിനകത്ത് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിസ്റ്റോർഷൻ വളരെ കുറവാണ്. ഏകദേശം 0.0008% മാത്രമേ കണ്ടേ ഉള്ളൂ ഇതിൻ്റെ THD എന്ന് പറയുന്നത്. വളരെ ഡിസ്റ്റോർഷൻ വളരെ കുറവാണ് ഈ ഒരു ചിപ്സെറ്റിന്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ പർപ്പസ് ഇത് നല്ല രീതിയിൽ വർക്കൗട്ട് ആവുമെന്നുള്ളതിനകത്ത് ഒരു വലിയൊരു കാര്യം തന്നെ. പിന്നെ നേരത്തെ പറഞ്ഞ തന്നെ ബ്ലൂടൂത്തും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിരുന്നെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഇനിയിപ്പം ഫോണിൽ പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പാട്ട് കേൾക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് വേറെ ബ്ലൂടൂത്തിൻ്റെ ഒരു പ്രീ സെക്ഷൻ വെക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഇതിനകത്ത് DST 256 അതുപോലെ തന്നെ PCM ഒരു 768 kHz വരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ഉള്ള സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ ടെസ്റ്റ്, അതായത് DAC കണക്ട് ചെയ്യാതെ നമുക്കൊന്ന് ഓഡിയോ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഓഡിയോ ക്വാളിറ്റി എങ്ങനെ മാറുന്നുണ്ടെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഡിയോ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ DAC ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. 2 സ്പീക്കർ ബോക്സ് നമ്മൾ എടുത്തിട്ടുള്ളത് പാനാസോണിക്കിൻ്റെ ബുക്ക്ഷെൽഫ് സ്പീക്കർ ബോക്സാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ DAC കണക്ട് ചെയ്തിട്ടുള്ളത് USB ത്രൂ ആണ്. കാരണം ഇതിൽ മറ്റ് ഓക്സിലറി ഇൻപുട്ടുകളൊന്നും ഇല്ല, ബ്ലൂടൂത്ത് ഇൻപുട്ടൊന്നും ഇല്ല. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ USB വഴി നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി DST ഫയലും മറ്റ് ഫയലുകളൊക്കെ ഒന്ന് പ്ലേ ചെയ്യാനായിട്ട്. പക്ഷേ എല്ലാം പെയ്ഡാണ്. ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു ക്രോമിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സൈറ്റുകൾ ഞാൻ കയറി നോക്കി, എല്ലാം നമുക്ക് പെയ്ഡായിട്ടാണ് വരുന്നത്.
കിട്ടുവാണെങ്കിൽ നമുക്ക് എന്തായാലും പ്ലേ ചെയ്യാം. ആംബ് നമ്മുടെ ഡോക്ക് ഓഡിയോയുടെ ആംബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്ന് ഓഡിയോ ഡാക്കിലേക്ക് വരുന്നു. ഡാക്കിൽ നിന്നുള്ള ഔട്ട്പുട്ട് നേരെ നമ്മുടെ ഡോക്ക് ഓഡിയോയിലേക്ക് കണക്ട് ചെയ്തിട്ട് അതൊരു വാക്യൂം ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ ബുക്ക് ഷെൽഫ് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കംപ്ലീറ്റ്ലി ഒരു ഹൈഫൈ സെറ്റപ്പ് തന്നെയാണ്. ഇത് ഒറിജിനൽ പാനാസോണിക്കിൻ്റെ ബുക്ക് ഷെൽഫ് സ്പീക്കറാണ്. പക്ക ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റി. നല്ല രസമുണ്ട് പാട്ട് കേൾക്കാനായിട്ട്. അതിൻ്റെ റിവ്യൂ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് കുറച്ച് സാമ്പിൾസ് ആദ്യം പ്ലേ ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ കിട്ടുവാണെങ്കിൽ നമുക്ക് DST ഫയൽസ് കൂടെ പ്ലേ ചെയ്യാം. ഇല്ലെങ്കിൽ വേറൊരു വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മുടെ റീലായിട്ടോ ഷോർട്ടായിട്ടോ നമുക്ക് അത് അപ്ലോഡ് ചെയ്യാം. ഇതിൽ DST ഫയലൊക്കെ പ്ലേ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓഡിയോ ടെസ്റ്റിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ജസ്റ്റ് യൂട്യൂബിൽ ഒരു നോൺ കോപ്പറേറ്റീവ് സോങ് പ്ലേ ചെയ്യാം. കാരണം ഒരുപാട് നേരം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പറേറ്റ് അടിക്കും. അപ്പം ഡയറക്റ്റ് യൂട്യൂബിൽ നിന്ന് പ്ലേ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഓഡിയോ ഫയൽ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് PCM ആണ്. PCM ഫോർമാറ്റാണ്. അത് ഏതാണെന്നുള്ളത് നമുക്കറിയില്ല. PCM ഫോർമാറ്റിലാണ് ഇത് ഇപ്പോൾ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത് ഡാക്ക്. അപ്പം ഈ ഒരു ഓഡിയോ തന്നെ രണ്ട് രീതിയിൽ പ്ലേ ചെയ്ത് വ്യത്യാസം ഞാൻ കേൾപ്പിച്ചു തരാം. അതായത് ഡയറക്റ്റ് ഈ ലാപ്ടോപ്പ് ബ്ലൂടൂത്ത് വഴി നമ്മുടെ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നോർമൽ നമ്മൾ പാട്ട് കേൾക്കുന്ന രീതിയും. അതുപോലെ തന്നെ USB ത്രൂ ഡാക്കിലേക്ക് ഓഡിയോ ചെന്നിട്ട് ഡാക്കിൻ്റെ ഔട്ട് എടുത്ത് ഈ ആംപ്ലിഫയറിൻ്റെ ഓക്സിലറി ഇൻപുട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇൻപുട്ട് എന്നുള്ള രീതിയിൽ ആംപ്ലിഫയർ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബ്ലൂടൂത്തിൽ പ്ലേ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും. സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഓഡിയോ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും. ഹെഡ്ഫോൺസ് ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതായത് ഡോക്ക് ഓഡിയോയുടെ ബ്ലൂടൂത്തിലാണ് ഇപ്പോൾ നമ്മൾ ഓഡിയോ കിടക്കുന്നത്. തൊട്ട് മുകളിലായിട്ട് തന്നെ നമുക്ക് നിയോ ഹിപ്പോയുടെ DC10 എന്ന് പറയുന്ന മോഡലിലെ ഇൻ്റർഫേസ് കാണാൻ പറ്റും. അതായത് നമ്മുടെ ഡാക്ക് കണക്ട് ചെയ്തേക്കുന്നതാണ് ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ കഴിയുന്നത്. അതിൻ്റെ മുകളിലായിട്ട് സ്പീക്കേഴ്സ് റിയൽ ടെക് ഓഡിയോ, അത് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ തന്നെ സ്പീക്കറാണ് ആ ഒരു കാണിച്ചിരിക്കുന്നത്. 3 എണ്ണമാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഓഡിയോ പ്ലേ ചെയ്യാം. ഇതിൽ നിന്ന് മാറ്റാനായിട്ട് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ആംപ്ലിഫയർ കിടക്കുന്നത് ബ്ലൂടൂത്ത് മോഡിലാണ് നമുക്കിവിടെ കാണാൻ കഴിയും. അതിൽ നിന്ന് നേരെ RCAയിലേക്ക് മോഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡാക്കിൽ നിന്നുള്ള ഓഡിയോ ഇൻപുട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഓഡിയോ പ്ലേ ചെയ്യാം. അപ്പം നിങ്ങളൊരു ഹെഡ്ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് നേരെ ഡാക്കിലേക്ക് പോകാം. ഞാൻ പ്ലേ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡാക്കിലേക്ക് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, DST ഫയൽ പ്ലേ ചെയ്യാനായിട്ട് കുറേ തപ്പി. പക്ഷേ ഇങ്ങനെ ഞാൻ കണ്ട വെബ്സൈറ്റുകളിലൊക്കെ പ്രൈസ് കൊടുത്ത് വാങ്ങണം. 2 ചാനൽ സ്റ്റീരിയോ ഓഡിയോ ഫയൽ. അതിൽ നമുക്ക് ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ $26 മുതൽ $46 വരെയാണ് നമുക്ക് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പം നിലവിലിപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ആക്സസ് കിട്ടുന്നില്ല എങ്ങനെ DST ഫയൽ പ്ലേ ചെയ്യണം എന്നുള്ളത്. PCM ഫയൽ നോർമൽ ഒറിജിനൽ റെക്കോർഡിംഗ് വരുന്നത് PCM ഫയലിലാണ് ഇപ്പോൾ ഇവർ കാണിച്ചിട്ടുണ്ട്. 96K നമുക്ക് കൺവേർട്ട് ചെയ്തായിരിക്കും അവർ നമുക്ക് ഫയൽ തരുന്നത്. അപ്പം ഇവിടെ നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ പോലും ഇത് PCMൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും DST ഫയൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് DST ഫയലും മറ്റ് ഫയൽ ഫോർമാറ്റുകളൊക്കെ പ്ലേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടെ നമുക്ക് ചെയ്യാം. നിലവിൽ ഇത്രയേ ഉള്ളൂ. നല്ല വ്യത്യാസം ഓഡിയോയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് ഫോണിൽ റെക്കോർഡ് ചെയ്തുകൊണ്ട് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനിത് പേഴ്സണലായിട്ട് ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇതുവരെ ഇത് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഉപയോഗം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നിയോ ഹിപ്പോയുടെ DC10 എന്ന് പറയുന്ന ഈ ഒരു ഡാക്കിനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു ഓഡിയോ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എക്സ്റ്റേണൽ ഡാക്ക് ഇരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം എന്തായാലും ഞാനിത് പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക മറ്റ് ഫയൽ ഫോർമാറ്റുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഒരു പ്ലെയറൊക്കെ ഡൗൺലോഡ് ചെയ്തു, പക്ഷേ അതിൽ നമുക്ക് അത് ഓഫ്ലൈനാണ് സംഭവം, മ്യൂസിക് ബി എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതിനെ പറ്റി അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.